ചെയ്യേണ്ട ഒരു സംഗതി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ചത് മുതലേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളൊക്കെ, നമ്മളൊക്കെ സമസ്തക്ക് വേണ്ടി ഒരുപാട് പണിയെടുത്ത ആളുകളുണ്ടാവും. ചിലപ്പോൾ ചെറിയ രീതിയിൽ പണിയെടുത്തവരുണ്ടാവും. ഇനി ഇതിന് വേണ്ടി അധ്വാനിച്ചില്ലെങ്കിലും ഇതിൻ്റെ എല്ലാ പ്രവർത്തനത്തെയും സന്തോഷത്തോടെ നോക്കിക്കാണുന്നവരാകും. ആരായാലും ശരി, നമ്മൾ ചെയ്യേണ്ട ഒരു പണി, പഠിച്ചോനെ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്യലാണ്. രണ്ടാമത്തത്, നമ്മൾക്ക് ചില കടപ്പാടുണ്ട്. അതോരാണ് ഇതിൻ്റെ പൂർവ്വസൂരികളായ മഹാന്മാരായ ആളുകളോടാണ്. അതിൽ നേതാക്കളുണ്ടാകും. ഓരോ പ്രദേശത്തും ഇതിന് നേതൃത്വം കൊടുത്ത ഇതിൻ്റെ ഉമറാക്കളായ മഹാന്മാരുണ്ടാകും. ഓരോ കൊച്ചു പ്രദേശത്തെയും സിദ്ദീഖുമാരും ഫാറൂഖുമാരും ഉണ്ടാവും. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അത് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലേ? വല്ലദീന യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. പഠിച്ചോനെ, ഞങ്ങൾക്ക് പുറത്തു തരണം, ഈമാനിന്റെ വഴിയിൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകി കടന്നുപോയവർക്കും നീ പുറത്തു കൊടുക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. സത്യത്തിൽ അതാണ് 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കാൻ പോകുന്നത്. മഹാസമ്മേളനത്തോടനുബന്ധിച്ച് സമാപന സമ്മേളനത്തിൽ നടക്കുന്ന പ്രധാന പണി ഇതായിരിക്കും. അതിന് മുമ്പുള്ള 4-5 ദിവസങ്ങളിലെ ക്യാമ്പുകളിൽ പ്രൗഢമായ വിഷയങ്ങളിലുള്ള പഠനം നടക്കുന്നുണ്ട്. പക്ഷേ സമാപന സമ്മേളനത്തിൽ നമ്മൾ ചെന്നൊരു കണ്ണിയായി ചേരുകയാണ്. അറഫ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാടുണ്ട്. ദുൽഹിജ്ജ് 9 പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയെ കുറിച്ച് പറഞ്ഞത് എന്താ? അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണെന്നാണ്. അറഫ എന്ന് പറഞ്ഞാൽ അറഫയിൽ നിൽക്കല. ദുൽഹിജ്ജ് 9 ഉച്ച മുതൽ പിറ്റേ ദിവസം സുബഹി വരെയുള്ള സമയത്തിനിടക്ക് 1 സെക്കൻഡ് അറഫ എന്ന മണ്ണിലുണ്ടായാൽ ഹജ്ജ് കിട്ടും. 1 സെക്കൻഡ് കൊണ്ട് എന്ത് പണിയാ നടക്കുക? ഒരു പണി നടക്കൂല. അവിടെ ഒരുമിച്ച് കൂടുന്ന 25 ലക്ഷം 20 ലക്ഷം ആളുകളോടൊന്ന് ചേർന്നു നിന്നാൽ അവിടെ അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം എന്താണ്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അറഫയിൽ നിന്നിട്ട് ഒരാൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടില്ല എന്ന് വിശ്വസിക്കൽ തെറ്റാണെന്ന്. അറഫയിൽ നിന്നൊരാൾ ദുആ ചെയ്തിട്ട് അല്ലാഹു പുറത്തു കൊടുത്തിട്ടില്ല എന്ന് വിശ്വസിക്കൽ തെറ്റാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അറഫയിൽ ഒരുമിച്ച് കൂടുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ലക്ഷോപലക്ഷം മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ദുആക്ക് ഇജാബത്തുള്ള ആളുകൾ അവിടെ ഉണ്ടാകും, അറഫയിൽ ഉണ്ടാകും. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇൻഷാ അല്ലാഹ് സമസ്തയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരുപക്ഷെ 2ാം അറഫയെ ഓർമ്മപ്പെടുത്തുമാൽ ജനസഞ്ചയം അവിടെ ഒരുമിച്ച് കൂടുമ്പോ ആ കൂട്ടത്തിൽ നിന്നിട്ട് അവിടെ മഹാന്മാർ ദുആ ചെയ്യുമ്പോ ആമീൻ എന്ന് പറയാൻ ഒരു ബിന്ദുവായി നമ്മൾ ഉണ്ടാവാൻ പറ്റിയാൽ നല്ലതാണെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക. ഞാൻ അവസാനിപ്പിക്കുന്നു, ദീർഘിപ്പിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സമയമില്ല നമ്മുടെ മുമ്പിൽ. മഹാനായ സയ്യിദുൽ ഉലമ പറഞ്ഞല്ലോ, എല്ലാ മേഖലയിലും സമസ്ത കൈവച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? എല്ലാ മേഖലയിലും ദീന് കൈവെക്കേണ്ട കാലഘട്ടമാണിത്. ദീൻ എല്ലാ മേഖലയും സ്പർശിച്ചു പോയത്. അതിന്റെ പുറമെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആശയാദർശങ്ങളിൽ വ്യതിയാനമില്ലാതെ ഈ ഉമ്മത്തിനെ പിടിച്ചു നിർത്താൻ നേരത്തെ ഇവിടെ സമസ്ത കേരള, ഖത്തർ കേരള ഇസ്ലാമിക് സെന്ററിന്റെ നേതൃത്വത്തിൽ ഇവിടെ വലിയൊരു സ്കൂളിന് തുടക്കം കുറിക്കുന്നു എന്നിവിടെ മഹാനായ തങ്ങൾ വർകൾ പ്രഖ്യാപിച്ചല്ലോ. ക്രസന്റ് ഇംഗ്ലീഷ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിന് തുടക്കം കുറിക്കപ്പെടാൻ പോവാണ്. എന്തിനാണത്? ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നതെന്താ? ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പേരിലാണ് ഇസ്ലാമിക സംസ്കാരം അതിലൂടെയാണ് എടുത്തുമാറ്റാൻ ചില ആളുകൾ ശ്രമിച്ചത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പേരിലാണ്, അല്ലെങ്കിൽ അതിന്റെ മറവിലാണ് ഇസ്ലാമിക സംസ്കാരം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റാൻ ഉദ്ദേശിച്ചത്. സമസ്ത അപ്പോഴാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നത്. അൽബിർ അങ്ങനെയാണ്, ട്രെൻഡ് അങ്ങനെയാണ് വരുന്നത്. അസ്മിയുടെ സിലബസ് അനുസരിച്ചുള്ള ട്രെൻഡ് സ്കൂളുകൾ കേരളത്തിലെമ്പാടുമുണ്ട്, അൽബിർ സ്കൂളുകളുണ്ട്. എങ്ങനെയാണത് വന്നത്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ മതചിന്തയിൽ നിന്ന് സമൂഹത്തെ അകത്തുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവസാനവിധ സമസ്ത ഒരു കാലത്ത് ചില ആളുകൾ ആക്ഷേപിച്ചു, സ്ത്രീ വിദ്യാഭ്യാസം പാടില്ല എന്ന് പറഞ്ഞോല് സ്ത്രീ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വന്നില്ലേ എന്ന് ആക്ഷേപിച്ചു. എന്താ നേരത്തെ ഷുഐബുൽ ഹൈതമി ഉസ്താദൊക്കെ പറഞ്ഞതുപോലെ സ്വതന്ത്ര ചിന്ത മക്കളിലേക്ക് കുത്തിവെക്കപ്പെടുന്നത് ഈ ഭൗതിക വിദ്യാഭ്യാസ സംവിധാനം